ഞാൻ ഇതുവരെയായിട്ടും വീട് വെച്ച് തന്നവർക്കും അല്ല, ഞാൻ കാര്യം പറയട്ടെ. ഞാനൊരു ഇതായിട്ട് ഇതുവരെ പറഞ്ഞിട്ടുമില്ല. എന്തായാലും പറഞ്ഞിട്ടുള്ളത് എന്റെ പേരിലെന്നാ തന്നേക്ക്. ഞാൻ ഇതായിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടുമില്ല. ഫിറോസ് ആണെങ്കിലും എനിക്ക് ഇറങ്ങി മെസ്സേജ് ഇടാറുണ്ട്. ഞാനായിട്ടൊരു പ്രശ്നവുമില്ല. എനിക്ക് വളരെ സന്തോഷം മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു വീട് എനിക്ക് തന്നതിലും. നല്ലൊരു വീടാ, വളരെ നല്ലൊരു വീടാ അത്. ഞാൻ ഇതായിട്ട് അതിനെ കുറ്റം പറഞ്ഞിട്ടില്ല. ഇപ്പൊ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് നമ്മുടെ കാര്യം, നമ്മളാണ് ചെയ്തത്. അവരുടെ തന്നെ ഉത്തരവാദിത്തം പറഞ്ഞാൽ ഉത്തരവാദിത്തമല്ല, അവരങ്ങനെ ഒരു മനസ്സ് വെച്ച് തന്നെ നല്ലൊരു കാര്യം. എന്താ നമുക്കൊരു വീടില്ലാത്ത സമയത്ത് വീട് തന്നതും അങ്ങനെ വെച്ച് തരാനായിട്ട് അവർക്ക് ഇതെടുത്തതും. ഒരാൾക്ക് ഒരു വീട് ഞാൻ ഒരിക്കലും അവരെ തള്ളി പറയത്തില്ല. നിസ്സാര കാര്യമൊന്നുമില്ല. ഒരാൾക്ക് ഒരു വീട്, ഒരു സ്ഥലവും വീടും കൊടുക്കുന്ന പറയുന്ന നിസ്സാര കാര്യം. പിന്നെ അത് നമ്മൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു അത് നമ്മുടെ ഉള്ള കാര്യമാണ്. നമ്മളെ പിന്നെ വീടും സ്ഥലവും നോക്കണം, നമ്മൾ ഉത്തരവാദിത്തമാണ്. നാളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്കിപ്പം കംഫോർട്ടായിട്ട് നിൽക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ കൊല്ലത്തെ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ കൊല്ലത്ത് നിൽക്കുന്നത്. അടുത്താണല്ലോ ഇപ്പം ഇവിടെയാണ്. ശ്രുതിയുടെ മകനായിട്ടുള്ള കിച്ചു എന്തു പക്വതയോടുകൂടി തന്നെയാണ് ഈ ഒരു കാര്യം പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതിനു മുന്നേ നമ്മൾ രേണുസുതിയുടെ വീഡിയോസ് കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. അതിൽ രേണുസുതി പറയുന്ന കാര്യങ്ങളും, അതായത് ഈ വീട് വെച്ചു കൊടുത്ത വ്യക്തിക്കെതിരെ അത്രത്തോളം രൂക്ഷമായി കുറേയധികം കാര്യങ്ങൾ രേണുസുതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ വീടിനെക്കുറിച്ചും വീട്ടിലെ അപാകതകളെക്കുറിച്ചും ഒക്കെ തന്നെ. പക്ഷെ ഇപ്പോൾ ഈ സുധിയുടെ മകനായിട്ടുള്ള കിച്ചു പറഞ്ഞ കാര്യങ്ങൾ, അതായത് ശരിയാണ്, നമുക്ക് ഒരാൾ ഒരു ചെറിയ സഹായമായാലും അത്രത്തോളം വലിയ സഹായമായാലും ചെയ്തു തരുമ്പോഴത്തേക്കും അതിൻ്റേതായിട്ടുള്ള ഒരു നന്ദി ഉണ്ടാവണം എപ്പോഴായാലും. കാരണം ഒരു വീടൊക്കെ വെച്ച് തരിക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. അതിനെ മറന്നുകൊണ്ട് നമ്മൾ എന്തെങ്കിലും വിളിച്ച് പറയുക എന്ന് പറഞ്ഞാൽ ശരിയായിട്ടുള്ള കാര്യം. കാരണം അയാളുടെ സ്വന്തം റിസ്ക്കിലാണ് അയാൾ ഇത്രത്തോളം വലിയൊരു കാര്യം ഏറ്റെടുത്ത് അത് ചെയ്ത് തന്നതെന്ന് പറയുന്നത്. അപ്പോൾ നന്ദി കാണിച്ചില്ലെങ്കിലും അതിനെതിരെ നിന്ദിക്കാതിരിക്കുക എന്നുള്ള ഒരു ഇതുണ്ട്. അപ്പോൾ ആ ഒരു ബോധം എന്തായാലും കിച്ചുവിനുണ്ട് എന്നുള്ളത് തെളിയിച്ച ഒരു കാര്യം തന്നെയാണ്. അത് ഈ ഒരു വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമായിട്ടുള്ള കാര്യമുണ്ട്. കാരണം നമുക്കൊരാളൊരു വീട് വെച്ച് തന്നു, അത് വെച്ച് തന്നു കഴിഞ്ഞതിന് ശേഷം പിന്നെ അതിന് വരുന്ന മെയിൻ്റനൻസ് വർക്ക് കംപ്ലീറ്റ് അയാൾ തന്നെ അത് ചെയ്തു തരണമെന്നൊക്കെ പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അങ്ങനെയാണ് ഈ പ്രശ്നങ്ങളുടെ ഒരു തുടക്കമെന്ന് പറയുന്നത്. അത് രേണുസുതി പിന്നെ വലിയ സംഭവമാക്കി മാറ്റുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു വിഷയമായിരുന്നു. രേണുസുതി ഇപ്പോൾ എന്താ പറയുക, താഴത്തുമല്ല ആകാശത്തുമല്ലാത്ത നിലയിലൊക്കെയാണ് കാര്യങ്ങളുടെ ഒരു പോക്കെന്ന് പറയുന്നത്. അവരുടെ ഇഷ്ടം, അവരുടെ ജോലി കാര്യങ്ങൾ അത് അവരുടേതായിട്ട് നടക്കട്ടെ. പക്ഷെ ചില കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും ചിന്തിച്ചിട്ടും കണ്ടും വേണം ഓരോന്ന് സംസാരിക്കാനായിട്ട്. അതായത് നമ്മൾ ഇരുന്നിട്ട് വേണം കാല് നീട്ടുക എന്നുള്ള ഒരു ചൊല്ലുണ്ടല്ലോ, ഇത് പറയുന്നതാണ്. എന്തായാലും രേണുവിനെ പോലെ അല്ല കിച്ചുവും അതോടൊപ്പം തന്നെ കിച്ചുവിൻ്റെ കൂടെയുള്ള കൂട്ടുകാരും എന്നുള്ളത് ഈ ഒരു സംസാരത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ്. കാരണം ഒരാളെ നമുക്ക് കുറ്റം പറയാൻ ഈസിയാണ്, പക്ഷെ അയാൾ നമുക്ക് ചെയ്തു തന്നിട്ടുള്ള ഉപകാരം അത് എത്രത്തോളം വലുതാണ് എന്ന് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു തരത്തിൽ കുറ്റം പറയാനായിട്ട് തോന്നത്തില്ല. ആ ഒരു മാന്യത നമ്മൾ കാണിക്കും.